ചേട്ടാ ഒരു ഷവർമ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ആണല്ലേ ഷവർമ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? അല്ല, ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കിയാലോ. ഷവർമ, മയണൈസ് ഇതൊക്കെ ഹൈ റിസ്ക് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോഴും കൊടുക്കുമ്പോഴും സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതൊക്കെ പാലിച്ച് അവ സേഫായി എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയാലോ. ഷവർമ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നല്ല വൃത്തി ഉണ്ടായിക്കോട്ടെ. സ്റ്റാൻഡും ടേബിളും ഒന്നും പൊടിയോ അഴുക്കോ ആവാതെ നല്ല ക്ലോസ് ആയി ഇരുന്നോട്ടെ. ജോലിക്കാർക്ക് നല്ല ക്ലീൻ ആയി ജോലി ചെയ്യാനുള്ള സ്പേസ് അവിടെ വേണം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ സ്റ്റാൻഡിൽ കയറ്റി ചൂടാക്കാൻ തുടങ്ങുമ്പോൾ മീറ്റിൽ നിന്നൊരു ലിക്വിഡ് വരുന്നത് കണ്ടില്ലേ? ഇതിന് നമ്മൾ ഡ്രിപ്പ് എന്നാണ് പറയാ. ഇത് താഴെയുള്ള കട്ട് ചെയ്ത കുക്കായ മീറ്റില് മിക്സ് ആവാൻ പാടില്ല. കാരണം ആ ഡ്രിപ്പില് കീടാണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡ്രിപ്പ് കളക്ഷന് നല്ലൊരു സംവിധാനം കടകളിൽ ചെയ്യണം. ഓക്കെ, നല്ല നീറ്റായ ഒരു കത്തിയോണ്ട് വേണം മീറ്റ് കട്ട് ചെയ്യാൻ. നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന കടകളാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഫ്രീസറും അല്ലാത്തത് സൂക്ഷിക്കാൻ ചില്ലറും മസ്റ്റാണ്. കിച്ചൺ അല്ലേ, എന്തായാലും വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നല്ലൊരു പെഡൽ ഓപ്പറേറ്റഡ് വേസ്റ്റ് ബിൻ വാങ്ങണം. ഷവർമ ഉണ്ടാക്കുന്ന ആള് ഹെയർ നെറ്റും ഏപ്രണും ഗ്ലൗസും ഒക്കെ ഇടണം കേട്ടോ. പിന്നെ ഓലൊരു ഡോക്ടറെ കണ്ട് FSSAIന്റെ ഫോർമാറ്റില് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും റെഡിയാക്കണം. നമ്മൾ എന്ത് റോ മെറ്റീരിയൽസ് വാങ്ങുകയാണേലും അത് FSSAI ലൈസൻസ് ഉള്ള PDന്ന് വാങ്ങണം. കൂടാതെ ഇമ്പിള കടന്റെ FSSAI ലൈസൻസ് എല്ലാരും കാണുന്ന പോലെ എക്സിബിറ്റ് ചെയ്യുകയും വേണം. ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ ഇനി അത് ബ്രെഡോ കുബൂസോ റുമാലിയോ എന്തോ ആയിക്കോട്ടെ കൃത്യമായ ലേബല് വേണം. ഇമ്മള് ഷവർമ കോൺ സെറ്റാക്കി റാപ്പ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കണം. ഷവർമ ഉണ്ടാക്കുന്നതിന്റെ 4 മണിക്കൂർ മുന്നേ ചില്ലറിലേക്ക് മാറ്റണം. ഫ്രീസറിൽ ടെമ്പറേച്ചർ -18°C ചില്ലറിൽ 4°C ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഫ്രീസറൊക്കെ അലമ്പാക്കി ഇടരുത് കേട്ടോ. റോ മീറ്റും മാരിനേറ്റ് ചെയ്ത മീറ്റും കുക്ക്ഡ് മീറ്റും ഒക്കെ വെവ്വേറെ ഫുഡ് ഗ്രേഡ് ബോക്സിൽ അത് വെച്ച ഡേറ്റും ടൈമും ഒക്കെ എഴുതി സൂക്ഷിക്കണം. ഷവർമ ഉണ്ടാക്കുമ്പോ എല്ലാ ബർണറും ഓൺ ആക്കണം. എന്നിട്ട് കോണിലുള്ള ഇറച്ചി നന്നായി കുക്കായി എന്ന് ഉറപ്പാക്കണം. കോണിന്ന് കട്ട് ചെയ്ത മീറ്റ് ഒന്നുകൂടെ ഹീറ്റ് ചെയ്തിട്ടേ കൊടുക്കാവൂ. ഇതിനുവേണ്ടി ഒരു മൈക്രോവേവ് ഓവനോ ഹോട്ട് പ്ലേറ്റോ ഉപയോഗിക്കാം. ഇങ്ങനെ സെക്കൻഡറി കുക്കിംഗ് നടത്തണം. മയണൈസ് ഉണ്ടാക്കാൻ പച്ച മുട്ട ഉപയോഗിക്കരുത്. മുട്ട പാസ്ചറൈസ് ചെയ്ത് ഉപയോഗിക്കണം. ഇതിന് മുട്ട 60°C ഉള്ള വെള്ളത്തിൽ 3 മിനിറ്റ് നേരം ചൂടാക്കിയ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഉണ്ടാക്കിയ മയണൈസ് മാക്സിമം 2 മണിക്കൂർ മാത്രമേ പുറത്ത് സൂക്ഷിക്കാവൂ കേട്ടോ. ഇനി പാക്കറ്റ് മയണൈസ് ആണെങ്കിൽ യൂസ് ചെയ്തതിനു ശേഷം ചില്ലറിലേക്ക് 4°C മാറ്റണേ. പൊട്ടിച്ചതിനു ശേഷം 2 ദിവസത്തിലധികം ഉപയോഗിക്കുകയും വേണ്ട. പച്ചക്കറിയൊക്കെ നന്നായി കഴുകണേ. മാർക്കറ്റിൽ ഇപ്പൊ ക്ലോറിൻ ടാബ്ലറ്റ് കിട്ടും. അതിട്ട വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകിക്കോളി. ഒക്കെ സെറ്റാവും. നമ്മൾ ഷവർമ ചിക്കൻ സ്റ്റാൻഡിൽ സെറ്റാക്കുമ്പോ ചെറിയ കോൺ സെറ്റാക്കണം. മാക്സിമം ഒരു 4 മണിക്കൂർ കൊണ്ട് സാധനം തീരണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ കോൺ സെറ്റാക്കിക്കോളി. 4 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ചിക്കൻ തീരണില്ലേ, അതങ്ങ് കളഞ്ഞേക്കിട്ടോ. അതുപോലെ ഷവർമ പാർസൽ കൊടുക്കുമ്പോ അത് ഉണ്ടാക്കിയ തീയതിയും സമയവും 1 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണമെന്നൊരു ലേബലും അതിൽ വേണം. ഹൈ റിസ്ക് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാ കടകളിലും ഫാസ്റ്റാഗ് ട്രെയിനിങ് കഴിഞ്ഞ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം. സുരക്ഷിതാഹാരം നാടിന്റെ അവകാശവും ഭക്ഷ്യസുരക്ഷ കൂട്ടായ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഷവർമ ഉണ്ടാക്കേണ്ടത്. ഇനി ഇങ്ങനെ അല്ലാതെ ആരെങ്കിലും ഷവർമ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദേ ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, കോഴിക്കോട് ജില്ല. അപ്പൊ ശരി, ഞാനിത് കഴിക്കട്ടെ.